100 വർഷത്തിന് മുൻപ് കപ്പനാകൃഷ്ണമേനോൻ രചിച്ച ചേരമാൻ പെരുമാൾ എന്ന പുസ്തകത്തിൻ്റെ ചുവട് പിടിച്ച് സാഹിത്യലോകത്തിന് ശ്രീകുമാരി രാമചന്ദ്രൻ സമ്മാനിക്കുകയാണ് ദ സാഗ ഓഫ് ചേരമാൻ. ഇംഗ്ലീഷ് ഭാഷയിൽ രചിച്ച ഈ പുസ്തകം ചരിത്രത്തിലെ കഥാസന്ദർഭങ്ങൾക്കും കഥാപാത്രങ്ങൾക്കും പുതുജീവൻ നൽകുന്നു. ഒരു ത്രില്ലർ സിനിമ പോലെ വായനക്കാരെ ത്രസിപ്പിക്കുന്ന നോവൽ എഴുതി തുടങ്ങിയപ്പോഴേ പ്രകാശനം ആരാകണമെന്ന് എഴുത്തുകാരി മുൻകൂട്ടി തീരുമാനിച്ചു. സാഗ ഓഫ് ചേരമാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്കൊരു ഇൻസ്പിറേഷൻ, ഉള്ളിലൊരു ഉൾപ്രേരണ ഉണ്ടായിരുന്നു. ഇത് ഡോക്ടർ ശശി തരൂർ തന്നെ വേണം പ്രകാശനം. എനിക്ക് അങ്ങനെ ചിലപ്പോൾ സംഭവിക്കും. എനിക്കിങ്ങനെ തോന്നിയപ്പോൾ ഞാനൊരു ഇൻവിറ്റേഷൻ ഒരു വാട്സാപ്പ് സന്ദേശം അയച്ചു, അത്രേ ഉള്ളൂ. എഴുത്തുകാരിയുടെ ആഗ്രഹം പോലെ വിശ്വപൗരൻ ദ സാഗ ഓഫ് ചേരമാൻ MP ഹൈബി ഈഡന് കൈമാറി പ്രകാശനം ചെയ്തു. She has taken the enigmatic tale of Cheraman Perumal, the last of the legendary Chera monarchs. The author today, however, is less concerned with the fact, and since in any case the facts are unknown, she has instead focused on emotional and cultural veracity. മുത്തശ്ശൻ MP വീരേന്ദ്രകുമാറിന്റെ ഹൈമവത ഭൂവിൽ എന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയോടുള്ള സ്നേഹവായ്പ ഓർമ്മകളിൽ നിന്ന് പങ്കുവച്ചു മയൂര ശ്രേയാംസ്കുമാർ. How amazingly you took the translation, such a significant task of translating my late grandfather MP Veerendra book Haimavata Bhoomi into Himalayan Odyssey in English. And to be honest, when I read it, the kind of accuracy and the kind of dedication and the kind of work that I saw in that translation was truly commendable, because it really adhered to the original text that it was. It brought in that descriptive beauty of what that book is, and it is truly special for our family and also for the Mathrubhumi family. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി 35 പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ശ്രീകുമാരി രാമചന്ദ്രന്റെ 36ാമത്തെ പുസ്തകമാണ് മാതൃഭൂമി ബുക്സ് വായനക്കാരിലേക്ക് എത്തിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.